പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിന് സസ്പെൻഷൻ. സർക്കാർ നയങ്ങളെ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചു എന്ന കാരണം കാട്ടിയാണ് സസ്പെൻഷൻ. പ്രതികാര നടപടി എന്നും ചട്ടവിരുദ്ധമെന്നും ബി അശോക് പ്രതികരിച്ചു. എബി ജോൺ തോമസ് വിശദാംശങ്ങൾ നൽകും. എബി, ബി അശോകിനെ സംബന്ധിച്ച് എപ്പോഴും ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെടുന്ന ഉദ്യോഗസ്ഥനായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. അഖില പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള നടപടികൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടത്തിൽ ഇങ്ങനെ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉന്നയിക്കേണ്ട സമയമാണെങ്കിൽ ആ സമയങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നുള്ള ഒരു രീതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എഴുതുമ്പോഴാണെങ്കിലും പറയുമ്പോഴാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അത് തന്റെ അഭിപ്രായം വ്യക്തിപരമായ എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം അത് പറയുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ നടപടി ഉണ്ടായിരിക്കുന്നത് ഒരു പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ്. സോഷ്യൽ മീഡിയയിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ ഇടപെടൽ നടത്തി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒപ്പം തന്നെ ചട്ടവിരുദ്ധമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ആ ഒരു സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഏത് കാര്യത്തിന് അല്ലെങ്കിൽ ഏത് കാര്യമാണ് സർക്കാരിന് അനഭിമിതനായിട്ട് താൻ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദമാക്കിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു പ്രതികരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് തിടുക്കപ്പെട്ട് അതിനെതിരെ ഒരു നടപടിക്ക് പോകേണ്ട ഒരു സ്ഥിതി നിലവിലില്ല എന്നുള്ള അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നിലവിൽ ഇവിടെയുള്ള ഒരു കാവൽ മന്ത്രിസഭയാണ്. ഇനിയിപ്പോൾ 4-ാം തീയതി ഇലക്ഷന് റിസൾട്ട് വരാനിരിക്കുന്നു. ആ സമയത്ത് അതിനുശേഷം പുതിയ സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിടുക്കപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. സർക്കാരിനെ വിമർശിക്കേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്ന നിലയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഈ KSEB-യുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. KSEB-യുടെ തലപ്പത്തും അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് ഈ കഴിഞ്ഞ ദിവസം, അതായത് 2 ആഴ്ചയും അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 10 വർഷമായി ലോഡ് ഷെഡിംഗ് ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള നിലയിലേക്ക് അത്തരത്തിലൊരു വലിയൊരു പ്രഖ്യാപനം നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും അതിനുശേഷം കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വൈദ്യുതി നിയന്ത്രണം ഉൾപ്പെടെ നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് സർക്കാർ എത്തുന്ന നില പോലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ സർക്കാരിന്റെ പല രീതികളെയും അത് തുറന്നു കാട്ടുന്നത് തന്നെയായിരുന്നു. എന്തായാലും പക്ഷേ പല മന്ത്രിമാരും അദ്ദേഹത്തെ തങ്ങളുടെ വകുപ്പുകളിലേക്ക് വേണം, അത് കാരണം അത്രമാത്രം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു നിലയും ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഇത്തരത്തിൽ വിമർശനങ്ങൾ മാത്രമല്ല തന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ വിമർശിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്യുകയും അത് വിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു നില അദ്ദേഹം പലപ്പോഴും സ്വീകരിക്കാറുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നടപടി അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ചട്ടവിരുദ്ധമാണ്. ഈ നടപടി, അതായത് സസ്പെൻഷൻ നടപടി ചട്ടവിരുദ്ധമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കമന്റായി ഇപ്പോൾ വന്നിരിക്കുന്നത്. അഖില, ശരി, എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.